മരാമത്ത് എയെ ഉപരോധിച്ച് ബി.ജെ.പി. അതിയന്നൂരിലെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെയും ബി.ജെ.പി. നെയ്യാറ്റിങ്കര മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നെയ്യാറ്റിങ്കരയിലെ പൊതുമരാമത്ത് വകുപ്പ് എഇ ഓഫീസ് ഉപരോധിച്ചു. ബി.ജെ.പി. സംസ്ഥാന റിട്ടയേർഡ് എംപ്ലോയീസ് സെൽകോ കൺവീനർ എസ്.കെ. ജയകുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നിവേദനം സമർപ്പിച്ചു. വളരെ വ്യക്തമായി ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാ ദിവസവും ഇവിടെ വന്ന് പൊതുമരാമത്ത് വകുപ്പിന്റെ മുന്നിൽ വന്ന് ഇരിക്കേണ്ടവരല്ല ജനപ്രതിനിധികൾ. ഈ നാട്ടിലെ ജനപ്രതിനിധികൾ അതിയന്നൂർ പഞ്ചായത്തിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങളുടെ ഓഫീസിന്റെ മുന്നിൽ വന്ന് എന്തായി എന്ന് ദിവസവും ചോദിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി നിങ്ങളെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഈ സമരത്തിന് വ്യക്തമായ ഉറപ്പ് കിട്ടാതെ ബി.ജെ.പിയുടെ ജനപ്രതിനിധികളും നേതാക്കളും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകില്ല. എന്ന് നിങ്ങൾ ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ പരിഹരിക്കും, വ്യക്തമായി രേഖാമൂലം നിങ്ങൾ എഴുതി തരണം. അതുവരെ ഞങ്ങൾ ക്ഷമിക്കുന്നതിന് തയ്യാറാണ്. പക്ഷേ ആ പരിധിയും നിങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ നാട്ടിൽ ഇങ്ങനെ ഒരു PWD ഓഫീസ് ഉണ്ട് എങ്കിൽ അതിയന്നൂർ പഞ്ചായത്തിലെ വിഷയം പരിഹരിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്കിവിടെ തുറക്കാൻ സാധിക്കൂ. ഇതിപ്പോൾ അതിയന്നൂർ പഞ്ചായത്തിലെ ജനപ്രതിനിധികളും നേതാക്കളുമാണ് വന്നത്. തിരുവനന്തപുരം സൗത്ത് ജില്ല ഈ സമരം ഏറ്റെടുത്താൽ ഈ PWDയിലെ ഇവിടുത്തെ ഒരൊറ്റ ജീവനക്കാരന് പോലും ഈ ഓഫീസിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. അത് ഞങ്ങൾ നിങ്ങളെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. വെൺപകൽ കുത്തിത്താന്നി റോഡിൻ്റെയും ഊരുട്ടുകാല രാമപുരം റോഡിൻ്റെയും വിഷയം അധികാരികളിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് PWDയിൽ ഈ സമരം നമ്മൾ സംഘടിപ്പിച്ചത്. ഈ സമരം നമ്മുടെ ഒരു സൂചനാ സമരം മാത്രമാണ്. ഈ സമരത്തിനെ തുടർന്ന് നെയ്യാറ്റിങ്കര PWDയുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ നടത്തിയ സമരത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഈ സമരത്തിൽ വന്ന് വരുന്ന 5-ാം തീയതിക്കുള്ളിൽ തന്നെ ഈ റോഡ് പണികൾ ആരംഭിച്ചുവെന്നും അല്ല എങ്കിൽ 6-ാം തീയതി ഞങ്ങൾ മുഴുവൻ ഗ്രാമവാസികളെയും കൊണ്ടുവന്ന് ഈ സമരം ശക്തമായി നടത്തുമെന്ന് 10 ദിവസത്തിനകം അതിയന്നൂരിലെ റോഡുകൾ പണിത് ഗതാഗത യോഗ്യമാക്കുമെന്ന് എഇ ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. GTV ന്യൂസ്, നെയ്യാറ്റിങ്കര.